18ാം ലോക്സഭയുടെ തുടക്കത്തിൽ തന്നെ മുൻപെങ്ങും സംഭവിക്കാത്ത വിധം ചില അസാധാരണ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അത് വളരെ ശ്രദ്ധേയം ആയതുമാണ്. ഒരു വശത്ത് ഒരു കൂട്ടർ തങ്ങൾ ജയിക്കുമെന്നുള്ള 100% ആത്മവിശ്വാസത്തിൽ സ്പീക്കറിനെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നു. മറുവശത്ത് തങ്ങൾ തോൽക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അങ്ങനെ സംഭവബഹുലമായ ഒരു സ്പീക്കർ തെരഞ്ഞെടുപ്പിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടന്നു. സഭയുടെ ചരിത്രത്തിൽ അപൂർവമായി ഒരു വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെങ്കിലും ശബ്ദ വോട്ടോടെ ഓം ബിർള വീണ്ടും സ്പീക്കറാവുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാലും പ്രസക്തമായ ചോദ്യം ഇങ്ങനെ ഒരു മത്സരത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നതാണ്. പക്ഷേ ഈ മത്സരത്തിന് പിന്നിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിരസിച്ചതിന്റെ പ്രതിഷേധവും കൂടി ഉണ്ടായിരുന്നു. ലോക്സഭയിലെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഭരണകക്ഷിയുടെ പ്രതിനിധി തന്നെയാണ് സാധാരണയായി നിയോഗിക്കപ്പെടാറുള്ളതെങ്കിലും ഡെപ്യൂട്ടി സ്ഥാനത്തേക്ക് എത്താറ് പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെയായിരുന്നു. അതാണ് പൊതുവെയുള്ള കീഴ്വഴക്കം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ 5 വർഷമായി ഡെപ്യൂട്ടി സ്പീക്കർ എന്ന സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം BJP സമീപിച്ചപ്പോൾ ഒരേ ഒരു ഡിമാൻഡ് മാത്രമാണ് പ്രതിപക്ഷം മുൻപോട്ട് വെച്ചത്. സ്പീക്കറെയൊക്കെ പിന്തുണയ്ക്കാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് തന്നെ നൽകണം. സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാൻ കഴിയില്ല എന്നതിൽ NDA ഉറച്ചു നിന്നതോടുകൂടി BJP നേതൃത്വം തയ്യാറാവാതെ വന്നതോടെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുകയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ BJP തയ്യാറാകാഞ്ഞത്? എന്തായിരിക്കും കാരണങ്ങൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും, ഭൂരിഭാഗം കാലത്തും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയത് പ്രതിപക്ഷ പ്രതിനിധിയാണ്. 1990 മുതൽ തുടർച്ചയായി പ്രതിപക്ഷം തന്നെയായിരുന്നു സ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ 2014 മുതൽ 2019 വരെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന M തമ്പിദുരൈ സ്ഥാനം ഒഴിഞ്ഞ ശേഷം പദവി ഒഴിവായിരുന്നു. 2019 പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിരുന്നില്ല, ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയത്. കൊടിക്കുന്നിൽ സുരേഷിനെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിക്കാൻ BJP തയ്യാറായില്ല. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയിരുന്നു രാജ്നാഥ് സിംഗിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പാർട്ടിയിൽ ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞുപോയ രാജ്നാഥ് സിംഗ് പിന്നീട് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിനോട് ചർച്ച പോലും നടത്തിയില്ല. ഇതിനെതിരെയും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു. ഇതോടെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞത്. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്തുകൊണ്ട് നിർണായകമാവുന്നു എന്ന് നോക്കാം. ഭരണഘടനയുടെ 95 ക്ലോസ് 1 വകുപ്പ് പ്രകാരം സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ സഭാ നടപടികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം വഹിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന അതേ നടപടിക്രമത്തിലൂടെ തിരഞ്ഞെടുക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർക്കും സ്പീക്കറുടെ അഭാവത്തിൽ ഭരണഘടനാ പ്രകാരം സമാന സ്ഥാനവും അധികാരവുമാണ് ഉള്ളത്. സ്പീക്കർ പദവിയിൽ ഇരിക്കുന്ന ആൾ നിഷ്പക്ഷമായി നിലപാടെടുക്കണമെന്നാണ് ചട്ടമെങ്കിലും അത് പലപ്പോഴും സംഭവിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ തവണ പ്രതിപക്ഷ MPമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ചയ്ക്ക് വരെ ലോക്സഭ സാക്ഷിയാകേണ്ടി വന്നു. ഇവിടെയാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുടെ പ്രാധാന്യം. തങ്ങൾക്ക് അനുകൂലമായ ഒരാൾ സ്ഥാനത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് സഭാ നടപടികളിൽ കൂടുതലായി ഇടപെടാൻ സാധിക്കും. ഇത് മുന്നിൽ കണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാൻ BJP ഒരു വിമുഖത കാണിക്കുന്നത്. സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുക്കണമെന്നാണ് ഭരണഘടനയുടെ 93ാം വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നതെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറുടെ നിയമനത്തിന്റെ കാര്യത്തിൽ മാത്രം കൃത്യമായ സമയപരിധി പറയുന്നില്ല. ഈ സമയപരിധിയെയാണ് ഭരണപക്ഷം മുതലാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നിർബന്ധമായ ഒരു കാര്യമല്ല എന്ന തരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യ ലോക്സഭാ സ്പീക്കറായിരുന്ന GV മവലങ്കാർ 1956 കാലാവധി അവസാനിക്കുന്നതിന് മുൻപേ മരണപ്പെട്ടതോടെ അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന M അനന്തശയ്യനം അയ്യങ്കാർ ആയിരുന്നു സ്പീക്കർ പദവി വഹിച്ചിരുന്നത്. അയ്യങ്കാർ പിന്നീട് 2ാം ലോക്സഭയുടെ സ്പീക്കറായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സ്പീക്കറായിരുന്ന GDPയുടെ GMC ബാലയോഗി വിമാനാപകടത്തിൽ മരണപ്പെട്ടതോടെ അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന കോൺഗ്രസ് MP PM സയ്യിദ് ആയിരുന്നു സ്പീക്കർ സ്ഥാനം വഹിച്ചിരുന്നത്. ശിവസേന MP മനോഹർ ജോഷിയെ 2 മാസത്തിനു ശേഷം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ PM സയ്യിദ് ആയിരുന്നു സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കറെ ഉടൻ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് പ്രതിപക്ഷം BJP നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അവരുടെ വാക്കിനെ കേന്ദ്രം പരിഗണിക്കുന്നതേയില്ല. ഡെപ്യൂട്ടി സ്പീക്കറുടെ കസേര ഒഴിച്ചിട്ടിരിക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്നതും സുസ്ഥാപിതവുമായ സമ്പ്രദായങ്ങൾക്ക് എതിരാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്.
പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ പര്യാപ്തമായി നടപ്പാക്കാനും ജനാധിപത്യ വ്യവസ്ഥ ആവശ്യപ്പെടുന്ന രീതിയിൽ സഭാ നടപടികൾ പൂർത്തീകരിക്കാനും സഭയിലെ രണ്ടാമത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സഹായിക്കാനാകുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. രണ്ടാം NDA സർക്കാർ ഭരണത്തിലേറിയ 2019 മുതൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞുകിടക്കുന്നത് തികച്ചും അസാധാരണമായ സംഗതിയാണെന്നും കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം നൽകാനുള്ള സമയം അവസാനിക്കാനിരിക്കെ പ്രതിപക്ഷ കക്ഷികളുമായി സർക്കാർ സമവായ ചർച്ചകൾ നടത്തിയിരുന്നു. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവി സംബന്ധിച്ചുള്ള സമവായ ചർച്ചയ്ക്ക് പ്രതിപക്ഷവുമായി സംസാരിക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനെയുമായിരുന്നു സർക്കാർ ചുമതലപ്പെടുത്തിയത്. പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, അഖിലേഷ് യാദവ്, MK സ്റ്റാലിൻ, മമതാ ബാനർജി എന്നിവരെയും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തിയിരുന്നു. NDA ഘടകകക്ഷികളായ JDUവിന്റെയും TDPയുടെയും നേതൃത്വവുമായും രാജ്നാഥ് സിംഗ് സംസാരിച്ചിരുന്നു. ചർച്ചയിൽ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ സ്ഥാനം ഖാർഗെ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യ പ്രതിപക്ഷ കക്ഷികൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നതാണ് ലോക്സഭയിൽ കീഴ്വഴക്കമെങ്കിലും കഴിഞ്ഞ 2 തവണയും അത് നിഷേധിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ അംഗബലം കൂടിയ സാഹചര്യത്തിൽ ഇത്തവണ നിഷേധിക്കുകയാണെങ്കിൽ ശക്തമായി തന്നെ പ്രതിഷേധിക്കാനാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് കഴിഞ്ഞ 2 തവണയും പ്രതിപക്ഷത്തെ പരിഗണിക്കാതെയിരുന്ന മോദി സർക്കാർ 2014 AIADMKയുടെ M തമ്പിദുരൈയാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ 5 വർഷമായിട്ടും പ്രതിപക്ഷത്തിന് കിട്ടാക്കാനാവുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി.